ആർച്ചേ, കുന്നുംപുറത്ത് വേലായുധപ്പണിക്കരുന്ന ആർച്ച കേട്ടിട്ടുണ്ടോ? ഇല്ല. മഹാസിദ്ധനാണ് അദ്ദേഹം. നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ കവിടി നിർത്തി അദ്ദേഹം പറയും. ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും തെറ്റിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് കവിടി നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാളിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയാൽ അയാളുടെ മുഴുവൻ കാര്യവും പ്രവചിക്കും. അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഉണ്ടല്ലോ ആർച്ചെ, തൂക്കിക്കൊല്ലാണ് വേണ്ടത്. ഒരാളെ അറിയില്ലെന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഒരാളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളല്ല അദ്ദേഹം. ആയിരക്കണക്കിന് ആൾക്കാർ അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ വലിയ ആൾക്കാരുടെ ശുപാർശ വേണം അദ്ദേഹത്തിന് ഒന്ന് കാണണമെങ്കിൽ. ശരി, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? കാര്യമുണ്ട്. കുന്നുംപുറത്ത് വേലായുധപ്പണിക്കർ എന്നെ കാണാനായിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുന്നു. എന്തിന്? കാര്യം ഔദ്യോഗികമായ ഒരു ആവശ്യമാണ്. പണിക്കർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടേനെ. ഞാൻ DSP സാറിനോട് പറഞ്ഞതുമാണ്. പക്ഷേ പണിക്കർ അദ്ദേഹത്തിന് ഒരേ നിർബന്ധം, ആവശ്യക്കാരൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നേരിട്ട് എന്നെ കാണാം, അതാണല്ലോ മര്യാദ. ശരി, ഔദ്യോഗിക കാര്യമാണെങ്കിൽ സ്റ്റേഷനിൽ വന്നാൽ പോരെ, എന്തിനാ വെറുതെ വീട്ടിലേക്ക് വരുത്തുന്നേ? അയ്യോ, അതും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പോലെ ഒരാളെ നമ്മൾ സ്റ്റേഷനിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദകേടാണ്. മാത്രമല്ല അദ്ദേഹം സ്റ്റേഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനം വന്നങ്ങ് കൂടും. മാത്രമല്ല പണിക്കർ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. സ്റ്റേഷനിലാണെങ്കിൽ ആ CPമാരെല്ലാം കൂടെ ചളവാക്കും. സത്യം എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട്? എൻ്റെ ആർച്ചേ, പണിക്കരെ പോലെ ഒരാളെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലി കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഉടനെ പ്രൊമോഷൻ ഉണ്ടാവുമോ, എനിക്ക് ഉടനെ ട്രാൻസ്ഫർ ഉണ്ടാവുമോ, എന്തിന് തെളിയാതെ കിടക്കുന്ന പല കേസിലെയും പ്രതികൾ ആരാന്ന് പോലും അദ്ദേഹം പറഞ്ഞു തരും. അതൊക്കെ പണിക്കര് പറയൂ? എൻ്റെ ആർച്ചേ, അദ്ദേഹം ത്രികാല ജ്ഞാനിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എന്തിനാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടക്കുന്നേ? നല്ല 4 ജോത്സ്യന്മാര് വച്ചാ പോരെ, എത്ര കോടി രൂപ ലാഭിക്കാം. ഇതാണ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉടനെ തർക്കുത്തരം പറഞ്ഞോളണം. അതെ, പണിക്കർ വരുമ്പോൾ നിന്റെ കാര്യം കൂടി പറയാമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ എന്തായാലും ഞാനത് പറയുന്നില്ല. ആ, എൻ്റെ ഭാവി ഞാൻ നോക്കിക്കോളാം. എൻ്റെ അനുഭവം വെച്ച് പറയുക, ഓരോരുത്തരുടെയും ഭാവി അവരവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. കയ്യിലിരിപ്പ് നന്നായ ഭാവിയും നന്നാവും. അതെ, പണിക്കർ വരുമ്പോൾ അങ്ങേരെ ഒന്ന് കാണാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട്. അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തത്തില്ല. എടി, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വീട്ടിൽ ആരെ വിളിക്കണം വിളിക്കണ്ടെന്ന് തീരുമാനിക്കാൻ അവർക്കറിയാന്നേ. വരുന്നതേ സാധാരണക്കാരനല്ല, പേര് കേട്ട ജോത്സ്യനാ. പേര് കേട്ടതാണെങ്കിൽ നമുക്ക് എന്നാടി? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടിച്ചായ. ഈ വരുന്ന ജോത്സ്യനെ കൊണ്ട് എന്തോ പൂജ ചെയ്യിക്കാനുള്ള പ്ലാനാ. അവരുടെ വീട്ടിൽ എന്ത് പൂജ ചെയ്യണമെന്ന് അവര് തീരുമാനിക്കൂടി. അതവർക്കുണ്ട്. പക്ഷെ ആ പൂജ നമുക്കെതിരെയാണെങ്കിലോ? നിനക്കെന്നാടി വട്ടായോ? എനിക്ക് വട്ടായതല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇച്ചാനും മനസ്സിലാവാഞ്ഞിട്ടാ. എന്നാ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞതാ മോള്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തണമെങ്കിലേ അതിലെന്തോ തക്കതായിട്ടുള്ള കാര്യമുണ്ട്. എന്റെ പൊന്നാലിസേ, നോക്കടി. ഒന്നാമത്തെ കാര്യം, നമുക്ക് അയൽവക്കമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ അവരെന്തിനാടി കാശ് മുടക്കി ഇങ്ങനെ ഒരു പൂജ നമുക്കെതിരെ നടത്തേണ്ടത്? ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ തന്നെയാണെന്ന് ഇരിക്കട്ടെ, നിനക്കിതിൽ വല്ല വിശ്വാസമുണ്ടോ? ഇത് മൊത്തം തട്ടിപ്പാന്നേ. തട്ടിപ്പാ? അപ്പൊ ഇത്രയും നേരം പവിത്രൻ പറഞ്ഞു ഇച്ചാൻ കേട്ടില്ലേ? കേട്ടു. പവിത്രൻ ഇത് മൊത്തം കേട്ട് കേൾവിയാണ്. പവിത്രൻ നേരിട്ട് കണ്ടിട്ടില്ല. എടി, നിന്നെ പോലെ മണ്ടന്മാരും മണ്ടികളെയൊക്കെ പറ്റിക്കാനായിട്ട് ഒരുപാട് ജ്യോത്സ്യന്മാരിങ്ങനെ നടപ്പുണ്ട്. ഇതിപ്പോ എന്തുവാ, സത്യപാലൻ സാറിന്റെ കാശ് കുറെ പോകും. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടിച്ചായ. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാ ഇത് വേറെ ആരും അറിയരുതെന്ന് പവിത്രനോട് പറഞ്ഞത്? അപ്പൊ നമുക്കെതിരെയുള്ള എന്തോ ഒരു പ്രയോഗം അല്ലേ? നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ജ്യോത്സ്യന്മാർ ഈ ലോകത്തുണ്ട്. നീ അവരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് മറുകർമ്മം ചെയ്യും. അപ്പൊ തീർന്നില്ലേ? ഇച്ചാൻ എന്ത് പറഞ്ഞാലും തമാശയാ. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളും. ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് ഇച്ചായ. നീ ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാടി? പിന്നെ ഞാൻ പിന്നെ വേറെ ആരോട് പോയി പറയും? നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. ആരോട്? അവരോട്. അതൊന്നും വേണ്ട. എനക്കെന്നാ പേടിയാണോ? എനിക്ക് പേടിയൊന്നുമില്ല, നമുക്ക് ക്ലിയർ ചെയ്യാന്നേ. എണീറ്റ് വാടി. വേണ്ടെന്ന്. ചായ നേർച്ചേ
വീട്ടില് ഗസ്റ്റ് ഉണ്ടെന്ന് കേട്ടു. ഗസ്റ്റോ? ആ ഏതോ ജോത്സ്യൻ എങ്ങാണ്ട് വരുന്നു എന്ന് പറഞ്ഞു. ആ അതോ, അത് സംഭവം ശരിയാ. വേലായുധ പണിക്കര്. എന്താ സംഭവം? വല്ല പൂജയോ ഹോമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞതല്ലോ, ഡോക്ടർ ചോദിച്ചതല്ലേ. ഇല്ല അങ്ങനൊന്നുമല്ല. അതെ, ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വരുന്നതാ. ആ നോണ പറയുന്ന കേട്ടോ ഇച്ചായ. ഇങ്ങനെയൊക്കെ ആരാ പോലീസിലെടുത്തത്? ഞാൻ അങ്ങോട്ട് ഒന്ന് കാണാന്ന് പറഞ്ഞതാ. പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ്. പക്ഷെ പുള്ളിക്ക് ഒരേ നിർബന്ധം ഇങ്ങോട്ട് വന്നോളാം. ഓ അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ ഈ ആലീസിന്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കാവോ? ഇവിടെ ഭാവി എന്താണെന്ന് അറിയാനാ. ഡോക്ടർ ഉള്ളപ്പോ ആലീസിന്റെ ഭാവിക്ക് എന്താ കുഴപ്പം? ആ ശരിയെന്നാ. ശരിയെന്നാ. പോകാൻ നടക്കും. ശരിയെന്നാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കരുതെന്ന്. ഞാൻ നിന്നെ കളിയാക്കില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലേ? പിന്നെ എന്റെ ഭാവിനെ പറ്റി പറഞ്ഞതാ. ഭാവിയല്ലേ? എന്റെ ഭാവിനെ പറ്റി തീരുമാനിക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെ സഹായം ഒന്നും വേണ്ട. അല്ലേ അത് പറഞ്ഞപ്പോ പെണ്ണുമ്പോൾ എന്താ പറഞ്ഞത്? ഈ ഡോക്ടർ ഉള്ളപ്പോ ആലീസിന്റെ ഭാവിക്ക് എന്താ കുഴപ്പമെന്ന്. അല്ലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ലല്ലേ? ഒരു തെറ്റുമില്ലല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേറൊരു കാര്യം, ഇനി ഏത് കൊലകൊമ്പൻ ജോത്സ്യം വന്നാലും അവരുടെ ഭാവി പോക്കാം. നോക്കിക്കും. എന്തായി ഒരുക്കങ്ങളൊക്കെ? എന്തൊരുക്കങ്ങള്? 5:30 മണിയാകുമ്പോ പണിക്കരത്തെ എവിടെ എത്തും? അതിന് സത്യേട്ടം കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ പവിത്ര ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 300 രൂപ കൂടുതലായെന്നും പറഞ്ഞു. 300 രൂപയല്ലേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. പിന്നെ ആർജെ, ഈ പവിത്ര ഉണ്ടല്ലോ, കാലത്ത് എവിടെ എന്നെ കളിയാക്കിയെങ്കിലും അവൻ പോയി കഴിഞ്ഞിട്ട് പണിക്കരെ കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവ എന്നെ വിളിച്ചിട്ട് എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചു പണിക്കര അദ്ദേഹത്തിനെ ഒന്ന് കാണണം. പിന്നെ ഞാൻ കരുതി പാവമല്ലേ, ഞാൻ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ പവിത്രന്റെ ഭാവി രക്ഷപ്പെട്ടു. ഇതാണ് നിന്റെ കുഴപ്പം. നിനക്കിപ്പോഴും പുച്ഛം. അർച്ച, നിനക്കറിയാമോ ഈ പണിക്കർ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വരുത്താതെ ഇവിടെ വരുത്തുന്നതിൽ സ്റ്റേഷനിലെ CPOമാർക്കെല്ലാം എന്നോട് പിണക്കവാ. കാരണം അവർക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ കഴിവ്. അവർ നിന്നെ പോലെ അഹങ്കാരികളുമല്ല. ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്തായാലും പണിക്കർ ഇവിടെ വരുന്നുണ്ട്. നാട്ടുകാർക്കെല്ലാം പണിക്കരെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ ടിക്കറ്റ് വെച്ച് നമുക്ക് ആളെ കയറ്റിയാലോ? സത്യന്റെ ഭാവി രക്ഷപ്പെടും. പക്ഷേ ഇതിനുള്ള മറുപടി പണിക്കർ അദ്ദേഹം വന്നു പോയി കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തരും കേട്ടാ. തമാശകളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെ, SI സത്യപാലന പറയൂ. മനസ്സിലായി നിങ്ങൾ ആരെന്ന് പറയൂ. അയ്യോ, എന്തു പറ്റി സത്യേട്ടാ? സത്യേട്ടാ എന്താ പറ്റിയെന്ന് പറ. നമസ്കാരം സാർ. പണിക്കര് വന്നോ? അയ്യോ, പണിക്കര് വരുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പറന്നു വരുമായിരുന്നു. അഥവാ ഇനി പണിക്കര് വന്നിട്ട് ഞാൻ വന്ന് കയറുന്നത് അതൊരു ലക്ഷണക്കേടല്ലേ സാറേ? അത് കേട്ടോ മെമ്പറേ, രാവിലെ സാറ് ചൂടായില്ലേ പണിക്കരെ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പോഴാണ് ഈ പണിക്കരെ കുറിച്ച് ഞാൻ ശരിക്കും അറിയുന്നത്. സാറ് പറഞ്ഞത് സത്യവാ. മഹാസിദ്ധൻ, ഭാവിയൊക്കെ പുഷ്പം പോലെ പറയും. മുഖത്ത് നോക്കി ഭാവി പറയുമെന്ന് പറഞ്ഞില്ലേ, അത് സത്യവാ. രമേശൻ സാറിന് നേരിട്ട് അനുഭവം ഉണ്ടെന്ന്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിനെ വിളിച്ച്. സാർ ആദ്യം ഒന്നും സമ്മതിച്ചില്ല, പിന്നീട് എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ ഞാൻ. എന്താ പവിത്രന്റെ നെറ്റിയില്? അല്ല, എന്നെ കാണുന്നവരാദ്യം കാണുമ്പോൾ ഞാനൊരു തരികിടയാന്നേ തോന്നുള്ളൂ. അത് മാറാൻ വേണ്ടിയിട്ട് കുറെ ഇട്ടൊന്ന് മാച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഈ പണിക്കര് കാണുമ്പോൾ ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണെന്ന് പുള്ളി വിചാരിച്ചോട്ടെ. എത്ര കുറിയിട്ടാലും പണിക്കർക്ക് മനസ്സിലാവുമല്ലോ. അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ. മുഖത്ത് നോക്കുമ്പോഴേ കാര്യം മനസ്സിലാവുമല്ലോ. അല്ല, അത് ശരിയാ. എല്ലാവരും ഇരിക്കട്ടെ, പണിക്കര് വിചാരിക്കട്ടെ ഞാൻ ഭയങ്കര ഒരു ഭക്തനാണെന്ന് വിചാരിച്ചോട്ടെ. പണിക്കര് എപ്പോഴാണ് സാറേ വരുന്നത്? എന്തായാലും ഇന്ന് വരില്ലെന്ന് ഉറപ്പ്. കേട്ടെടുത്തോളം ഒരു 3 മാസമെങ്കിലും കഴിയും. അയ്യോ, അതെന്നാ?
ഇന്നത്തെ കവിട് നിരത്തലും പ്രവചനവും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ നേരെ ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് വരുന്ന വഴിയില് പുള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാ. ഒരു ജീപ്പ് ബ്രേക്ക് പോയി പുള്ളിയുടെ മേലിൽ ഒരൊറ്റയിടി. ഷോ എന്നിട്ടോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. 2 കൈയും 1 കാലും ഒടിഞ്ഞു. ആ പിന്നെ മൂക്കിന്റെ പാലം തകർന്നു. തലയ്ക്ക് 18 സ്റ്റിച്ചും ഉണ്ട്. ഇത്രേ പറ്റിയുള്ളൂ. നിസ്സാര പരിക്ക്. അല്ല ആ ജീപ്പ് ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലക്കും ലഹാനും ഇല്ലാതെ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഒരുത്തനെ വിടൂല, എല്ലാവരും ഞാൻ പൊക്കും. ആ ഞാൻ ആലോചിക്കുന്ന അതല്ല പവിത്ര. നാട്ടുകാരുടെ മുഴുവൻ ഭാവി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്ക് സ്വന്തം ഭാവി പ്രവചിക്കാൻ പറ്റാതിരുന്ന എന്താന്നാ? പണിക്കൊരു സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ടാണ് നാട്ടുകാരുടെ കാര്യം നോക്കുന്നത്. അതിപ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും അങ്ങനെയാ. സ്വന്തം കാര്യം നോക്കത്തില്ല, നാട്ടുകാരുടെ കാര്യം നോക്കും. സാറേ ഈ പണിക്കര് മുടിയൊന്നും ചെയ്യുമല്ലോ സാറേ? അതാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല കണ്ണാടി നോക്കി മുടി ചെയ്യാൻ നേരത്ത് പുള്ളിയുടെ മുഖം പുള്ളിക്ക് കാണാൻ പറ്റുള്ളൂ. നാട്ടുകാരുടെ മുഖം ഒറ്റ നോട്ടത്തിൽ നോക്കി പ്രവചിക്കുന്ന ഈ പുള്ളിയുടെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നോ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നു? ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്നേ.